കൊമ്പിൻ്റെ പ്രയോഗത്തിനെ പറ്റിയിട്ട് ശ്രീ മണികണ്ഠേട്ടൻ ചെറിയൊരു ആമുഖം. പഞ്ചായത്തി മാത്രം. എല്ലാവർക്കും നമസ്കാരം. അധികം സംസാരിച്ച് ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുത്ത് ശീലമില്ല. എൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് കുറവുകൾ ക്ഷമിക്കുക. പഞ്ചായരി താളം എല്ലാവർക്കും അറിയാം. 5 അടി വീശ്, പതികാലം 96 അക്ഷരം മൊത്തത്തിൽ. അതിൽ ഈ 96 അക്ഷരം എങ്ങനെ നമ്മൾ നിജപ്പെടുത്തിയെടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ 96 അല്ല പിന്നെയും അക്ഷരങ്ങളുണ്ടായിക്കൂടെ? അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് എന്താണോ വേണ്ടത് എന്നുള്ള രീതിയിൽ തരപ്പെടുത്തിയെടുക്കാൻ മാത്ര അല്ലെങ്കിൽ വീശ് എന്ന് പറയുന്ന ഒരു ഇല്ലാത്ത താളസങ്കല്പം നമ്മളവിടെ ഉപയോഗിച്ചിട്ടാണ് താളങ്ങളെ മുറിച്ച് വേർത്തെടുക്കുന്നത്. ഹാർട്ട് ബീറ്റ് പോലെ, ഹൃദയമിടിപ്പ് പോലെ താളം ഏകമാണ്. അതിങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ ഈ ഇല്ലാത്ത സങ്കല്പതാളം എന്ന് പറയുന്ന വീശിനെ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള താളങ്ങളായിട്ട് മാറ്റിയെടുക്കുകയാണ്. അതിലിപ്പോൾ 5 അടി അടിച്ച് വീശായ പഞ്ചാരിയായി, 3 അടി അടിച്ച് വീശായ ചെമ്പടിയായി, അല്ലെങ്കിൽ 7 അടി അടിച്ച് വീശെടുത്താൽ ചെമ്പടിയായി, വലിയ ചെമ്പടിയായി. 5 അടി വീശ്, 5 അടി വീശ്, 1 അടി വീശ്, 1 അടി വീശായാൽ 5 അടന്തയായി. അതെന്നെ 4 വെച്ചാക്കിയാൽ അടന്തയായി. അപ്പോൾ ഈ വീശ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാത്ര എന്ന് പറയുന്ന ഇല്ലാത്ത താളസങ്കല്പത്തെ ഉപയോഗിച്ച് നമ്മൾ ഏകതാളത്തിനെ നമുക്ക് ആവശ്യമുള്ള താളങ്ങളാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. അതിൽ 96 അക്ഷരകാലത്തിലുള്ള പതികാല പഞ്ചാരി, 5 അക്ഷരം പിന്നെ ഒരു വീശുള്ള 6 അക്ഷര പഞ്ചാരിയായിട്ട് കലാശിക്കുമ്പോൾ ഈ 96 അക്ഷരകാലം നമ്മൾ 5 ഖണ്ഡങ്ങളായിട്ട് കൊട്ടുന്നു, അല്ലേ? 4 ചെമ്പടവട്ടത്തിൻ്റെ ഒരു ഖണ്ഡം, 2 ചെമ്പടവട്ടത്തിൻ്റെ ഒരു ഖണ്ഡം, 2 ചെമ്പടവട്ടത്തിൻ്റെ ഒരു ഖണ്ഡം, വീണ്ടും 2 ചെമ്പടവട്ടത്തിൻ്റെ ഒരു ഖണ്ഡം, പിന്നെ കലാശത്തിൻ്റെ വട്ടം തട്ടിയിട്ടുള്ള 2 ചെമ്പടവട്ടത്തിൻ്റെ, മൊത്തം 5 ഖണ്ഡങ്ങളായിട്ട്. ഈ 5 ഖണ്ഡങ്ങൾ ഈ 5 അടി വീശ് എന്നുള്ള ഈ 6 അക്ഷരത്തിനെ ഓരോ അക്ഷരത്തിനും 16 അക്ഷരകാലത്തിൻ്റെ 2 ചെമ്പടവട്ടമായിട്ട് വിന്യസിക്കുമ്പോൾ ഒന്ന് കണക്കാക്കി നോക്കൂ, മൊത്തം 96 അക്ഷരം വരിക. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആദ്യത്തെ 4 ചെമ്പടവട്ടം മുറിഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു അക്ഷരകാലത്തെയും കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് ആദ്യത്തെ 4 ചെമ്പടവട്ടത്തിൽ തുറന്നു പിടിക്കുന്നത്. പിന്നെ 2 ചെമ്പടവട്ടം, 2 ചെമ്പടവട്ടം, 2 ചെമ്പടവട്ടം, 2 ചെമ്പടവട്ടം. അപ്പോൾ ഒരക്ഷരകാലത്തെ പിന്നോക്കം പോയി 16 അക്ഷരകാലത്തിലേക്ക് വരുന്ന ആ കണക്ക് വെച്ചിട്ട് 5 ഖണ്ഡങ്ങളായിട്ട് പഞ്ചാരി കൊട്ടുന്നു. അത് അവസാനിക്കുമ്പോൾ 5 അക്ഷരമായിട്ട് 5 അടി വീശമായിട്ട് പര്യവസാനിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ആ താളത്തിൻ്റെ പോക്ക്, പിന്നിലേക്കുള്ള ആ പോക്ക്. ഈ 6 അക്ഷരം 12 ആവുന്നു, 24 ആവുന്നു, 48 ആവുന്നു. അത് കൃത്യമായി 96 അക്ഷരകാലം എങ്ങനെ പിടിക്കുന്നോ അതിൻ്റെ നേരെ അതേ ചിട്ടയിൽ 48 പിടിക്കുന്നുണ്ട്. ആദ്യം 32 അക്ഷരത്തിൻ്റെ ആണെങ്കിൽ അത് പിന്നത്തേൽ 16 പിടിക്കുന്നു, പിന്നത്തേൽ അത് 8 പിടിക്കുന്നു, പിന്നത്തേൽ അത് 4 പിടിക്കുന്നു. പിന്നെ കാലം കയറി ചെല്ലും തോറും ചില ഖണ്ഡങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് കൊട്ടുന്നു. നമ്മൾ പഞ്ചാരി മേളത്തെ താളം പിടിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്ങനെ 96 6 വരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒന്നിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ നേരം പോകുന്ന കാര്യങ്ങളായി നിന്ന് കിട്ടും. അതിൽ കൊമ്പിൻ്റെ ധർമ്മം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതടവില്ലാതെ, ശ്രുതി മുറിയാതെ ഈ കൊട്ടുന്ന ചെണ്ടയുടെ പഴുതുകൾ, ഈ നൂലിൽ കോർക്കുന്ന മുത്തുമണികളാണ് ചെണ്ടയുടെ കൊട്ട്, മുത്തുമണികൾ. അതിനെ എങ്ങനെ നമ്മൾ എല്ലാം കൂടിയിട്ടൊരു നൂലിൽ കോർക്കുന്നു, ആ നൂലിൻ്റെ ധർമ്മമാണോ കൊമ്പും കൊള്ളിൽ നിർവഹിക്കുന്നത്, കൂട്ടിച്ചേർക്കുക.
ഈ കൊമ്പിൻ്റെ ഈ ചെണ്ടയുടെ ശബ്ദത്തെ അതിജീവിക്കുന്ന തരത്തിൽ കൊമ്പും കോഴിലും ശബ്ദം വേണം എന്നാണ് പൂർവികർ പറയുന്നത്. ഒച്ചയുള്ളവനെ മെച്ചമുള്ളൂ എന്ന് പണ്ട് ഈ കൊഴക്കാരനും കൊമ്പുകാരുടെ ഇടയിലൊരു ചൊല്ലുണ്ടായിരുന്നു. മേളത്തിന് നന്നായി ഉച്ചത്തിൽ ഊതണം, നിങ്ങൾ എന്ത് ഊതുന്നു എന്നുള്ളതല്ല, ഊതണത് കാര്യങ്ങളുണ്ട്, പക്ഷേ ചെയ്യുന്നത് നല്ല ഒച്ചയിൽ ചെയ്യണം, ഒച്ചത്തിൽ ശബ്ദം കേൾക്കണം. ഇപ്പോൾ 10 ചെണ്ട, ഒരു 15 ചെണ്ട വലിയ മേളം കൊട്ടുകയാണെങ്കിൽ 10-45 കൊമ്പും കോഴിലൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയി അത് കൊട്ടുചെണ്ടയ്ക്ക് സമാന്തരമായി കുറഞ്ഞു വന്നുണ്ട്. ഇനി പിന്നെ പല സ്ഥലത്തും അതും ഇല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ കൊട്ടുന്ന ചെണ്ടയേക്കാൾ ഒട്ടും കുറവല്ലാതെ കൊമ്പും കോഴിലും വേണം. കൂടുതൽ എത്രയിലും അധികാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എലിഞ്ഞിത്തറ മേളത്തിനോ തിരുവമ്പാടിയുടെ മേളത്തിനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ 45 കൊമ്പും 45 കോഴിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് 10-35 കൊമ്പും കോഴിലൊക്കെ. ഈ ചെണ്ടയുടെ ശബ്ദം രൗദ്രമാണ്. അത് അതിൻ്റെ സൗന്ദര്യം അതിനെ അതിൻ്റെ ഇതിൽ നിലനിൽക്കുക, ആ ശബ്ദത്തിൻ്റെ നിലയിൽ അതിൻ്റെ മേളം നിലനിർത്താൻ മേളിക്കുക എന്നാണല്ലോ മേളത്തെക്കുറിച്ച് പറയുന്നത്. എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഉള്ളാവുന്ന പ്രതിധ്വനിയാണ് മേളം. അല്ലാതെ ചെണ്ട മാത്രം കൊട്ടിയാൽ മേളാവില്ല, അത് ചെണ്ട കൊട്ടാവുള്ളൂ. കൊമ്പ് മാത്രം എത്തിയിൽ നിന്ന് ഊതിയാൽ അത് മേളാവില്ല, കൊമ്പൂത്താവുള്ളൂ. ഇതെല്ലാം ചേർന്ന് വരുന്നതിനെ പറയുന്ന പേരാണ് മേളം. അപ്പോൾ എല്ലാം അതിൻ്റേതായ പാകത്തിൽ എല്ലാം വേണം. അതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനും പ്രവർത്തിക്കാനുമുണ്ട്. ഇപ്പോൾ വലിയ മേളത്തിൽ 10-45 കൊമ്പുണ്ടെങ്കിലും ഒരു കൊമ്പായിട്ട് ഊതി കൊടുക്കാറില്ല. കാരണം ഇതിൻ്റെ മേളം പോവും. കൊട്ടുന്ന ചെണ്ടയുടെ ശബ്ദത്തിനനുസരിച്ച് മേളം നിൽക്കാൻ പാകത്തിന് ചിലപ്പോൾ വലിയ മേളമാണെങ്കിൽ 4-5 ആൾക്കാരാണ് ഊതി കൊടുക്കുക. അത് മറ്റുള്ളവർ വെച്ച് ഊതണം. അതുപോലെ മറ്റുള്ളവർ അപ്പുറത്തുനിന്ന് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് ഇതേമാതിരി ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഒരിക്കലും മേളത്തിൽ ഒരു കൊമ്പുകാരന് സ്ഥാനമില്ല. ഒന്നിലധികം ആൾക്കാർ ഒരുമിച്ച് ഒരേ സംഗതി ചെയ്തു കൊടുക്കുകയാണ്. അതുപോലെ പഞ്ചാരിക്കും അതുപോലെ തന്നെ. ഈ ആദ്യത്തെ 4 ഖണ്ഡത്തിനനുസരിച്ച് 2 ചെമ്പടവട്ടം ഊതി കൊടുക്കും, 2 ചെമ്പടവട്ടം അത് അവർ ഏറ്റുഊതും. അത് ഊതുന്നത് എന്തെങ്കിലും ഊതാൻ പറ്റില്ല. കൊട്ടുന്ന ചെണ്ടയുടെ നില എന്താണോ ആ നിലയ്ക്ക് സമാന്തരമായ പദങ്ങളാണ് ഊതേണ്ടത്. അല്ലെങ്കിൽ ആ മേളത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ കേൾവി സുഖം അത് പോവും. കൊട്ടുന്ന ഇപ്പോൾ പതികാലം കൊട്ടുമ്പോൾ ആ പതികാലത്തിന് എങ്ങനെയാണോ ചെണ്ടയുടെ നില കൊട്ടുന്നത് അതിന് സമാന്തരമായ പദങ്ങളാണ് കൊമ്പ് ഊതുന്നത്. തക്കിട്ടയിലേക്ക് മറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ഊത്തിൻ്റെ പദങ്ങൾ മാറും. കുഴമറിയുമ്പോഴും അതുപോലെ അതിനനുസരിച്ച് മാറും. തക്കിട്ട കൊട്ടുന്ന പതികാലം കൊട്ടുമ്പോൾ അതിനൊരു കാലപ്രമാണമുണ്ട്. തക്കിട്ടയിലേക്ക് മാറുമ്പോൾ അതിനൊരു കാലപ്രമാണമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഊത്ത് മാറുമ്പോൾ അത് നല്ല കേൾവി സുഖമായിരിക്കും. നേരെ മറിച്ചിട്ട് തക്കിട്ടയുടെ ഭാഗത്തിൽ പതികാലം കൊട്ടിയിട്ട് അതിൽ പതികാലം ഊതിയാൽ ഒരു സുഖം ഉണ്ടാവില്ല. പതികാലം കൊട്ടുന്നതിന് ആദ്യത്തെ നില കൊട്ടുന്നതിന് ഒരു കാലപ്രമാണം. തക്കിട്ടയിലേക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ അതിന് കുറച്ചുകൂടി തള്ളി കയറി നിൽക്കണം. ആ ഇട്ട കാലത്തിൽ തന്നെ നമ്മളത് കൊട്ടിയാൽ അതൊരു സുഖം പോരാ. അപ്പോൾ 2 ചെമ്പടവട്ടം ഊതിക്കൊടുത്ത് ഏറ്റുകൂതുക, 2 ചെമ്പടവട്ടം ഊതുക, ഏറ്റുകൂതുക. പിന്നെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൗകര്യാർത്ഥം 1 ചെമ്പടവട്ടം ഊതി കൊടുത്തിട്ട് അത് ഏറ്റുകൂതണം. എന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് 2 ചെമ്പടവട്ടത്തിൽ കലാശിക്കുന്നു. അല്ലെങ്കിൽ 2 ചെമ്പടവട്ടം ഊതി കൊടുത്താൽ അവർക്ക് ഏറ്റുകൂതാൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ സൗകര്യാർത്ഥമാണ് അത്. അത് ന്യായമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഈ പ്രവൃത്തിയുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതാണ് അത്. 2 ചെമ്പടവട്ടം ഊതി കൊടുത്ത് ഏറ്റുകൂതി, 2 ചെമ്പടവട്ടം ഊതി കൊടുത്ത് ഏറ്റുകൂതി. അപ്പോൾ 8 ചെമ്പടവട്ടമായി. 1 ചെമ്പടവട്ടം ഊതി കൊടുക്കണു, അത് കൊമ്പ് ഏറ്റുകൂതണു, അപ്പോൾ 10ആയി. 2 ചെമ്പടവട്ടത്തിൽ എല്ലാവരും കൂടി ചേർന്ന് കലാശിക്കുന്നു. അത് ചെണ്ടയ്ക്ക് സമാന്തരമായ പദങ്ങൾ ഊതി കൊടുത്തിട്ട് നമ്മൾ മേളത്തെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൽ കൊമ്പായാലും കുഴലായാലും നല്ലോണം ശബ്ദം കേൾക്കണം. മേളത്തിൽ ചെണ്ടയുടെ ശബ്ദത്തെ അതിജീവിക്കുന്ന തരത്തിൽ കൊമ്പും കുഴലും ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് മേളമാവുള്ളൂ.
ആ മേളം കേൾക്കാനുള്ള സൗന്ദര്യം വേറെ ഒന്ന് തന്നെയാണ്.